അപ്പോൾ അങ്ങനെ 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഒറീസ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പരിപ്പ് കറിയൊക്കെ വെക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. വെറും 15 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പരിപ്പ് കറിയാണ്, വെറൈറ്റി മോഡൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് പരിപ്പിൽ കിഴങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് തക്കാളി, കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ബോയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഉരുളക്കിഴങ്ങും അതുപോലെ വെള്ളത്തിലിട്ട് വെച്ച പരിപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പരിപ്പ് കറിയിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി കുറച്ച് ഉള്ളിയും തക്കാളിയും എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക, പട്ട, അതിലേക്ക് കുറച്ച് നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വഴച്ചിട്ട് കൊടുക്കുക, നല്ലോണം ഒന്ന് മൂത്ത് വരണം. ഇനി അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ അരിഞ്ഞ് വെച്ച ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഒറീസക്കാരുടെ നാടൻ ഡിഷാണ്. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റ്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കൊറിയൻഡർ പൗഡർ, നമ്മുടെ മല്ലിപ്പൊടി, നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, അടി പിടിക്കാതെ ഇളക്കണം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പരിപ്പ് കറി എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. അടുത്തത് നമ്മളിതിലേക്ക് താളിച്ച് വയ്ക്കാനുള്ള ഗാർലിക്ക് കട്ട് ചെയ്യുക, കുറച്ച് വറ്റൽമുളക്, പിന്നെ ഒറീസക്കറി ആയതുകൊണ്ട് ഇതിലേക്ക് കറിവേപ്പില യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച വറ്റൽമുളകും കുറച്ച് ജീരകം, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് മൂപ്പിക്കുക. നേരെ എന്ത് ചെയ്യുക, നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒറീസ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്.